നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാദാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കുന്നത്. വലൈക്കും സലാം. വിശുദ്ധ ഖുർആനിലെ മക്കീയത്തായ സൂറത്തുകളിൽപ്പെട്ടതാണ് സൂറത്ത് സ്വാദ്. മക്കീയത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ മക്കയിൽ അവതീർണമായ സൂറത്താണ്. മക്കയിൽ അവതീർണമായ സൂറത്താണ് സൂറത്ത് സ്വാദ്. എത്ര ആയത്ത്? 88 ആയത്തല്ലേ? 88 ആയത്ത്. മുസ്ഹഫുൽ കൂഫിയിൽ 88 ആയത്ത്, ചില മുസ്ഹഫുകളിൽ 86 ആയത്തുകൾ. എന്തിനാ അത് പറഞ്ഞത്? 88 ആയത്തും 86 ആയത്തും എന്നാണ് 2 ആയത്ത് കുറവുണ്ട്. ഈ മുസ്ഹഫുകളുണ്ടല്ലോ, മക്കാർക്ക് ഒരു മുസ്ഹഫ്, മദീനക്കാർക്ക് ഒരു മുസ്ഹഫ്, കൂഫക്കാർക്ക് ഒരു മുസ്ഹഫ്, ഇങ്ങനെ പിന്നെ ബസറയിൽ ഒരു മുസ്ഹഫ്, ഇങ്ങനെ മുസ്ഹഫുകളുണ്ട്. പിന്നെ അതിൽ ആയത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസം കാണാൻ സാധിക്കും. കൂഫക്കാരുടെ മുസ്ഹഫിലാണ് ഇപ്പം നമ്മളുടെ മുസ്ഹഫിലുള്ള ആയത്തുകളുടെ അത്ര എണ്ണം 6236 ആയത്തുകൾ, 6236 ആയത്തുകൾ. എന്നാൽ ഇത്ര തന്നെ എണ്ണം പിന്നെ മറ്റു മുസ്ഹഫുകളില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആയത്തുകൾ എണ്ണുമ്പോൾ കൂട്ടി എണ്ണും. ചില ആയത്തുകൾ എണ്ണുമ്പോൾ ചില മുസ്ഹഫുകളിൽ കൂട്ടി എണ്ണും. അത് കാരണത്താലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ എണ്ണത്തിൽ എന്ത് ചെയ്യുന്നത്, ആയത്തുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തുകൾ ഓതി നിർത്തിയപ്പോൾ ചിലപ്പോൾ ആയത്തുകൾ ഓതി നിർത്താതെ കൂട്ടി ഓതിയിട്ടുണ്ടാകും. അപ്പോൾ അത് കേട്ടവർ എന്ത് ചെയ്യും, അതൊരായത്തായിട്ട് ഗണിക്കും. നിർത്തി ഓതിയപ്പോൾ വേറെ വേറെ കേട്ടവരെന്ത് ചെയ്യും, അത് 2 ആയത്തായിട്ട് എണ്ണും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എണ്ണ വ്യത്യാസം തന്നെ. അല്ലാതെ മുസ്ഹഫിൽ എന്തുള്ളത് കൊണ്ടല്ല, കുറവുള്ളത് കൊണ്ടല്ല. ഇവിടെ സൂറത്ത് സാദിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെ. നമ്മൾ കൂഫക്കാരുടെ മുസ്ഹഫ് പ്രകാരമുള്ള എണ്ണാണ് നമ്മുടെ അടുത്തുള്ള മുസ്ഹഫ്. അതിൽ 88 ആയത്തുകളാണ്. സമയം 86 ആയത്തുകൾ ആണ് സൂറത്ത് സ്വാദിൽ എന്നതും കാണാൻ സാധിക്കും തഫ്സീറുകളിൽ. അപ്പോൾ എന്താ ഈ 86 88 എന്നുള്ളത് എന്തിനും വേണ്ടതില്ല, അതിലൊരു ടെൻഷൻ അല്ലെങ്കിൽ വിഷയ വേണ്ടതില്ല എന്നാണ് അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സൂറത്ത് ഖലഇനെ കുറിച്ചും സൂറത്ത് ഹഫ്ദിനെ കുറിച്ചും പറഞ്ഞില്ലേ, അതേപോലെ സൂറത്ത് സ്വാദിന് അതിൻ്റെ തുടക്കാക്ഷരം, ഈ കേവലാക്ഷരം സ്വാദ് എന്ന തുടക്കം, അതിൽ നിന്ന് സൂറത്ത് സ്വാദ് എന്ന പേര് വന്നു. ഈ സൂറത്തിന് സൂറത്ത് ദാവൂദ് എന്നും പേരുണ്ട്. ദാവൂദ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം ഇതിൽ പിന്നെ ചിലത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സൂറത്ത് സ്വാദ് എന്ന് പറയുന്നത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, സുലൈമാൻ നബിയുടെ ചരിത്രമൊക്കെ ഇതിലെ അവസാനത്തിൽ വരുന്നുണ്ട്. ഈ സൂറത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. അബൂ താലിബിൻ്റെ മരണ ആസന്ന സമയം അൽ വലീദ് ബിനു അൽ മുഗീറ അൽ മഖ്സൂമിയുടെ നേതൃത്വത്തിൽ 25ഓളം ആളുകൾ അബൂ താലിബിനെ മുഖം കാണാൻ ചെല്ലുന്നുണ്ട്. ഖുറൈശികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികൾ. അപ്പോൾ അവർ അബൂ താലിബിനെ കാണാൻ പോകുന്നത്, പിന്നെ അബൂ താലിബ് ദീനത്തിലാണ്, രോഗത്തിലാണ്. അവരും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ എന്താണ്, ഒരു വിഷയത്തിലാണ്, പ്രശ്നത്തിലാണ്. പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനമാണ്. അപ്പോൾ ഒരു തീർപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ അബൂ താലിബ് ഇനി ഒരു തീർപ്പുണ്ടാക്കാനാണ് ഇവർ പോണത്. അബൂ ജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്തുണ്ട്. ഇങ്ങനെ ഖുറൈശി പ്രമുഖന്മാർ 25ഓളം ആളുകളാണ് ചെല്ലുന്നത്. അങ്ങനെ അവർ അബൂ താലിബിനോട് പറഞ്ഞു. അബൂ താലിബ് ആരാണ്? റസൂലുള്ളാഹിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷകനാണ് അബൂ താലിബ്. പിതൃവ്യനാണ്, സംരക്ഷകനാണ്. ആദർശത്തിലെ ആളല്ല, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ച് സംരക്ഷിച്ച ആളാണ് അബൂ താലിബ്. അപ്പോൾ ചോദിച്ച് പിന്നെ ഇവരുടെ ആഗമന ഉദ്ദേശം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അബൂ താലിബിനോട്, അബൂ താലിബ്, നിങ്ങളുടെ പിതൃവ്യ പുത്രൻ മുഹമ്മദ് ഞങ്ങളുടെ ആരാധ്യന്മാരെ മോശമായി പരാമർശിക്കുന്നത് നിർത്തണം.
ഇതാണ് അവർക്ക് പറയാനുള്ളത്. നബി മതങ്ങൾ അവരുടെ ആരാധന്മാരെ മോശമായിട്ട് പരാമർശിച്ചിട്ടില്ല. അവരെ അതേപോലെ ശകാരിക്കുന്നത് നിർത്തണം എന്നാണ് പറഞ്ഞത്. അതുമില്ല. അബൂ താലിബിൽ ഏശാൻ അവർക്ക് സ്വാധീനിക്കാൻ വരുന്നതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അബൂ താലിബിൻ്റെ. കാരണം അബൂ താലിബും അവരുടെ ആദർശക്കാരനാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങളുടെ ആരാധന്മാരെ മുഹമ്മദ് മോശമായി പരാമർശിക്കുന്നത് നിർത്തണം, ഞങ്ങളെ ശകാരിക്കുന്നത് നിർത്തണം, ഇതാണ് പറയണത്. അപ്പോൾ അബൂ താലിബ് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്നെ യബ്ന അഖി, നിന്നെക്കുറിച്ചുള്ള വിഷയത്തിൽ സംസാരിക്കാനാണ് ഇവർ വന്നത്. നീ ഇവരെ ശകാരിക്കുന്ന ആരാധന്മാരെ മോശം പറയുന്നത് നിർത്തണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിതൃവ്യ, ഞാൻ അവരോട് ഒരു കെലിമത്താണ്, കെലിമത്തിൻ വാഹിദയാണ് ഉദ്ദേശിക്കുന്നത്. ആ കെലിമത്ത് അവരെനിക്ക് തരാം എന്നവർ വാഗ്ദാനം തരികയാണ് എങ്കിൽ അറബികൾ അവർക്ക് കീഴ്പ്പെടുന്ന ഒരു നാളെ പുലരും, അനറബികൾ അവർക്ക് ജിസിയ നൽകുന്ന ഒരു നാളെ പുലരും. ഇതാണ് പറഞ്ഞത്. ആര്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരൊറ്റ കെലിമ. അപ്പോൾ അബൂ താലിബും ചോദിച്ചു, കെലിമ വാഹിദ? കെലിമ വാഹിദ. അപ്പോൾ ആ വന്ന ആളുകളോട് അബൂ താലിബ് വിഷയം പറഞ്ഞപ്പോൾ അതിൽ അബൂ ജഹൽ, കെലിമ വാഹിദ, ഒരു കെലിമ മതിയോ? മുഹമ്മദിന് ഒരു കെലിമയിൽ വാക്ക് കൊടുത്താൽ മതിയോ? അപ്പോൾ ഒരു കെലിമ മതി. അപ്പോൾ പറഞ്ഞ് 10 കെലിമ കൊടുക്കാമെന്ന് പറഞ്ഞു. ആര്? അബൂ ജഹൽ. 10 കെലിമ, ഒരു കെലിമ അല്ല, മുഷ്കിൽ, 10 കെലിമ കൊടുക്കാം. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിർത്തിയാൽ മതി. ഇതാണ് അബൂ ജഹലിൻ്റെ ഭാഷ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നാണ്. അപ്പോൾ അവരെന്ത് ചെയ്ത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിരായി അവരിൽ പലരും അവിടെ വിട്ടോടി പോയി. അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ആളുകൾക്കിടയിൽ അപവാദം പറഞ്ഞ്, അതേപോലെ തന്നെ അവർ അവരുടെ ആദർശ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു എന്നാണ്. ആ സദസ്സ് അങ്ങനെ പിരിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിലാണ് ഈ ആയത്തുകൾ, സൂറത്ത് സ്വാദിൻ്റെ വചനങ്ങൾ അവതീർണമാകുന്നത്. വൻതലഖൽ മലഉ മിൻഹും അനിംശു വസ്ബിറു അലാ ആലിഹതികും ഇന്ന ഹാദാ ലശൈഉൻ യുറാദ് എന്ന് തുടങ്ങിയിട്ട് മാ സമിഅന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറതി ഇൻ ഹാദ ഇല്ല ഇഖ്തിലാഖ് എന്നിവരേക്കുള്ള ഈ വചനങ്ങൾ അവതീർണമായതാണ്. സൂറത്ത് സ്വാദ് മുതൽ, ആ സ്വാദിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഒക്കെയുള്ള വചനങ്ങൾ ആ സമയം അവതീർണമായി എന്നാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇങ്ങനെ ഈ വിഷയത്തിലാണ് ഈ ആയത്തുകളുടെ അവതീർണത എന്നുള്ളതാണ്. അപ്പോൾ ഈ സൂറത്ത് അവർക്ക് ശരിക്കും ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ ഇസ്ലാം ആശ്ലേഷിച്ചതിൽ പിന്നെയാണ് കൂടുതൽ എന്ത് ചെയ്തത്? അവരിങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അബൂ താലിബിൻ്റെ മരണത്തിന് മുമ്പ് രോഗത്തിൽ കിടക്കുമ്പോൾ ഈ സൂറത്ത് ഇറങ്ങിയ ഒരു ഹിജറയുടെ നുബുവത്തിൻ്റെ 10-ാം വർഷമാണല്ലോ അബൂ താലിബ് മരിക്കുന്നത്, നുബുവത്തിൻ്റെ 10-ാം വർഷം. അപ്പോൾ ആ ടൈമിലേക്കാണ് ഈ സൂറത്തിൻ്റെ അവതീർണത എന്നും ഈ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏറെക്കുറെ തഫ്സീറുകളൊക്കെ ഈ പറയപ്പെട്ട അവതരണ പശ്ചാത്തലം ഉദ്ധരിച്ചിട്ടുണ്ട്. സൂറത്ത് സ്വാദിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട്. സൂറത്ത് സ്വാദ് ഓക്കെ, അതിൻ്റെ തുടക്കം സ്വാദ് എന്നാണ്. സ്വാദ് എന്താ ഈ സ്വാദ്? സ്വാദ് എന്നുള്ളത് അതിൻ്റെ വിവക്ഷ എന്ത് എന്നതിൽ കുറേ അഭിപ്രായങ്ങൾ കാണാം. കുറേ അഭിപ്രായങ്ങൾ. ഇതൊരു നാമമാണോ, അതല്ല ഇതൊരു കേവല അക്ഷരമാണോ, അതല്ല ഇതെന്തിൻ്റെങ്കിലും ഒരു സിമ്പലാണോ, ഇങ്ങനെയൊക്കെ ചർച്ചകൾ പലത് കാണാം. പിന്നെ അതിൻ്റെ ഉച്ചാരണം ഇപ്പം നമ്മളെങ്ങനെ ഉച്ചരിക്കാം? ഇത് സ്വാദ് എന്നാണ്. സ്വാദ് ദാലിന് എന്താണ്? ദാല് സുക്കൂനാണ് അല്ലേ? അത് ശരിക്കും മൊഴിയും വേണം. കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. കാരണം ദ എന്ന അക്ഷരത്തിന് സുക്കൂന് വരുമ്പോൾ ഖാഫ്, ത്വ, ജീം, ദാൽ, ഖാഫ്, ഈ അക്ഷരങ്ങൾക്ക്
സുക്കൂന് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഉച്ചാരണം പിന്നെ അത് ശരിക്കും അക്ഷരത്തെ മൊഴിയണം. നമ്മൾ വായിൽ നിന്ന് അപ്പോൾ കാറ്റ് പുറത്തു പോകാൻ പാടില്ല, ആ രീതിയിൽ മൊഴിയണം. അതാണ് കൽക്കല. അപ്പോൾ സ്വാദ് എന്ന് പറയണം. അതാണ് അതിൻ്റെ പ്രബലമായ ഖിറാഅത്ത്. പക്ഷെ ചിലർ അതിനെ സ്വാദ ആ നിലയ്ക്ക്, അല്ലെങ്കിൽ സ്വാദി, അല്ലെങ്കിൽ സ്വാദു ദമ്മായിട്ട്, ചിലർ സ്വാദിൻ തൻവീനോടുകൂടി, ഇങ്ങനെ പല നിലക്ക് ഉച്ചരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രബലപ്പെട്ട ഖിറാഅത്ത് എന്താണ്? നൂൻ എന്നതുപോലെ, ഖാഫ് എന്നതുപോലെ, സ്വാദ് എന്നുള്ളതാണ് അതിൻ്റെ ബലപ്പെട്ട ഖിറാഅത്ത്, ബലപ്പെട്ട ഖിറാഅത്ത്. എന്താണ് ഉദ്ദേശം? ചിലർ പറഞ്ഞ് ഇത് ഖുർആൻ്റെ പേരാണ്, ചിലർ പറഞ്ഞ് അത് അള്ളാഹുവിൻ്റെ പേരാണ്, ചിലർ പറഞ്ഞു ഇത് സദഖല്ല എന്നാണ്, അള്ളാഹു സത്യമായി പിന്നെ പ്രവചിച്ചു, അതിൻ്റെ ഒരു പിന്നെ ഷോർട്ട് ഫോമാണ്. ചിലർ പറഞ്ഞ് സദഖ റസൂലുള്ള, സദഖ റസൂലുള്ള അതിൻ്റെ ഒരു തുടക്കാക്ഷരം വേണ്ട, സദക്ക എന്നുള്ളതിൻ്റെ തുടക്കാക്ഷരത്തിൽ, സദഖ റസൂലുള്ള അതിൻ്റെ തുടക്കാക്ഷരത്തിലൊക്കെ ഇതുണ്ടല്ലോ. ഇങ്ങനെ പല അർത്ഥങ്ങൾ, ഉദ്ദേശങ്ങൾ ഇതിന് പറഞ്ഞിട്ടുണ്ട്. ചിലർ സദൂഖ് അള്ളാഹ്ക്ക് പേരുണ്ട്, സബൂർ അള്ളാഹ്ക്ക് പേരുണ്ട്. അപ്പോൾ സബൂർ, സദൂഖ് എന്നീ അള്ളാഹിൻ്റെ പേരുകളുടെ തുടക്കാക്ഷരം, അതിലേക്കുള്ള സിമ്പൽ, സൂചനയാണ് ഈ സ്വാദ്. എങ്ങനെ പറഞ്ഞവരുണ്ട് അള്ളാഹിൻ്റെ പേരുകളുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഭൂരിപക്ഷം പ്രാമാണികരായ മുഫസ്സിരീങ്ങളും പറഞ്ഞത്, നമ്മളിപ്പോൾ ഹാമീം എന്നൊക്കെയുള്ള സൂറത്തുകളൊക്കെ, ഈ ഹമായിം സൂറത്തുകളെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് പിന്നെ ഈ അക്ഷരങ്ങൾ ഇപ്പോൾ ഇത് അലിഫുലാമീം ആകട്ടെ, അലിഫുലാമീം സ്വാദാകട്ടെ, അലിഫുലാമീം റാ ആകട്ടെ, പിന്നെ കാഫ് ഹായ ഐൻ സ്വാദ് പോലുള്ളതൊക്കെ ആകട്ടെ, ഇതൊക്കെ അറിയിക്കുന്നത് എന്താണ്? ഇത് വിശുദ്ധ ഖുർആൻ നിഷേധിക്കുന്നവരുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ള ഒരു പ്രയോഗം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ നിഷേധിക്കുന്നവർക്കുള്ള, അന്നത്തെ അറബികൾക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് ഈ സ്വാദ്. എങ്ങനെ? അവർ പറയുന്നത് വിശുദ്ധ ഖുർആൻ വ്യാജമാണ്, ഇത് പൂർവികരുടെ ഇതിഹാസമാണ്, അസാത്തീറുൽ അവ്വലീൻ, ഇത് മുഹമ്മദിനെ ആരോ വന്നെന്തോ പഠിപ്പിച്ചു കൊടുക്കുന്നത് പറയുകയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്, ഇന്തിബാഹിന് വേണ്ടിയാണ് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ അക്ഷരങ്ങൾ ക്രോഡീകരിച്ച് പിന്നെ രചിക്കുന്ന ഭാഷ ഏതാണോ, അല്ലേ, അക്ഷരങ്ങൾ ഏതാണോ ആ അക്ഷരങ്ങൾ തന്നെയാണ് ഈ വിശുദ്ധ ഖുർആനും. ഇതും ആ അക്ഷരങ്ങൾ ക്രോഡീകരിച്ചുണ്ടാക്കിയ വിശുദ്ധ ഖുർആനാണ്. അറബി ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങളുടെ സംസാരങ്ങൾ ഘടിപ്പിക്കപ്പെടുന്ന, നിങ്ങളുടെ രചനകൾ ഘടിപ്പിക്കപ്പെടുന്ന അക്ഷരങ്ങൾ ഏതാണോ ആ അക്ഷരങ്ങൾ തന്നെയാണ് എന്ത് ഈ ഖുർആനിലുള്ളത്. ഈ ഖുർആൻ ഓതിയിട്ട് നിങ്ങളിത് വ്യാജമാണെന്നും ഇത് പൂർവികരുടെ ഇതിഹാസമാണെന്നൊക്കെ പറയാണ്. അതെങ്ങനെ നിങ്ങൾ പറയും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ ഉണ്ട്. ഈ ഒരു ശൈലി വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ശൈലി അറബി ഭാഷയിലില്ല. പറയുമ്പോൾ അവിടെ അറബി ഭാഷയിൽ ഗദ്യമായും പദ്യമായും ഒക്കെ രചനകളും പിന്നെ സംസാരങ്ങളും ധാരാളമാണ്. കവിതകൾ അതിൻ്റെ മൂർധന്യ ദിശയിലെത്തിയ ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അറബി സാഹിത്യം അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഇങ്ങനെയൊരു ശൈലി അന്ന് എന്തില്ല, ശീലമല്ല, പരിചയമല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശൈലിയിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അതേപോലെ തന്നെ കാഫ് ഹായ ഐൻ സ്വാദ്, ഹാമീം ഐൻ സീൻ ഖാഫ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ അറബികൾക്ക് അതിലൊരു എന്തുണ്ടായില്ല. ഒരു അറബിയും ഈ തുടക്കത്തിൻ്റെ പേരിൽ വിശുദ്ധ ഖുർആനെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരറബിയും ഇങ്ങനെ എന്തൊരു തുടക്കം, തിരിയാത്തതെന്ത് എന്ന രീതിയിലൊരു ചോദ്യം ചെയ്യലുണ്ടായിട്ടില്ല. കാരണം അവർക്കന്നത് ബോധ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്
ലാ റൈബ ഫീ സൂറത്തുൽ ബഖറൻ്റെ തുടക്കത്തിലുള്ള. അതേപോലെ തന്നെ ഇപ്പോൾ അലം നശ്റഹ് ലക, നോക്കിയേ, ഇവിടെ അലിഫ് ലാം മീം എന്നതും അലം നശ്റഹ് ലക എന്നുള്ളതും ഒരേപോലെയാണ് എഴുത്തിൽ, അല്ലേ? രണ്ടും ഒരേപോലെയാണ് എഴുത്തിൽ, രണ്ടുപേരും. പക്ഷെ ഇതെങ്ങനെ ഓതുക? അലിഫ് ലാം മീം, അക്ഷരങ്ങളുടെ പേര് അത് മുഴുവൻ പറഞ്ഞിട്ടാണ് ഇത് ഓതുന്നത്. അലിഫ്, ഇത് അലിഫ് എന്ന അക്ഷരമാണ്, ഇത് ലാം എന്ന അക്ഷരമാണ്, ഇത് മീം എന്ന അക്ഷരമാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്നാണ് ഇത് ഓതുന്നത്. അതേസമയം ഇവിടെ അലം എന്നാണ്, അലം നശ്റഹ് ലക, അലിഫ് ലാം മീം നശ്റഹ് ലക എന്ന് ഓതണില്ല. പിന്നെ അർത്ഥത്തിലും വ്യത്യാസമുണ്ട്. അലം എന്നുള്ളത് ആ എന്നുള്ളത് ഇസ്തിഫാമിൻ്റെ ആണ്, ലം എന്നുള്ളത് നഫീൻ്റേതാണ്. അതേസമയം ഇവിടെ അലിഫ് ലാം മീം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ, ഉദ്ദേശം തന്നെ വേറെയാണ്. ഒരൊറ്റ അറബിയും ഇതെന്തുകൊണ്ട് എന്ന രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല അന്നത്തെ കാലം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇത് എന്നുള്ളതാണ് പിന്നെ ഇവിടെ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഇത് അറബി ഭാഷയിൽ പടുക്കളായ പണ്ഡിതന്മാരായ പിന്നെ കവികളും സാഹിത്യകാരന്മാരുമായ ആളുകളോട് അവർ വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ അവരെന്ത് ചെയ്യാണ്? നിഷേധികളാവുകയാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ ഇത് നിഷേധിക്കും? നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങളുടെ ഗദ്യങ്ങൾ, നിങ്ങളുടെ പദ്യങ്ങളൊക്കെ നിങ്ങൾ രചിക്കുന്ന, നിങ്ങൾ സംസാരിക്കുന്ന അക്ഷരങ്ങൾ ഏതാണ്? ആ അക്ഷരങ്ങൾ തന്നെയാണ് അവിടെയുള്ളത്, വിശുദ്ധ ഖുർആനിലുള്ളത്. ഇത് അവരെ ബോധ്യപ്പെടുത്താൻ ചില സൂറത്തുകളിൽ, വിശുദ്ധ ഖുർആനിൽ 29 സൂറത്തുകൾ, ചില സൂറത്തുകളിൽ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ടുള്ള തുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിൽ പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞതിൽ ഏറ്റവും ശരിയോടടുത്ത അഭിപ്രായം. അല്ലാതെ ഇത് ഖുർആൻ്റെ പേരാണ്, പിന്നെ അള്ളാൻ്റെ പേരാണ്, അല്ലെങ്കിൽ അള്ളാൻ്റെ പേരിൻ്റെ തുടക്കപ്പേരാണ്, മലക്കിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു പിന്നെ വചനത്തിൻ്റെ തുടക്കവചനാണ്, ഇങ്ങനെയൊന്നും ഒക്കെ തഫ്സീറുകളിൽ കാണാം ചില ചർച്ചകൾ. പക്ഷേ അതിലേറെ ശരിയോടടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതാണ്. അറബികളുടെ ശ്രദ്ധ ക്ഷണിക്കലാണ് ഈ ഒരു തുടക്കത്തിലുള്ളത്. സ്വാദ് ഇല്ല, അത് ഇത് അവിടെ വഖഫ് ലാസിമല്ല, എനിക്ക് തോന്നുന്നത് സ്വാദ് എന്ന് പറഞ്ഞിട്ട് നിർത്തണം, അതതിൻ്റെ ഹുക്കുമാണ്. സുക്കൂനിൽ നിർത്തണം, അല്ലാതെ പിന്നെ സ്വാദ എന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ സ്വാദി അങ്ങനെ ഓതാൻ പാടില്ല. അത് ഇനി കൂട്ടി ഓതാം, പക്ഷേ സ്വാദ് വൽ ഖുർആൻ അങ്ങനെ തന്നെ ദാല് അവിടെ കൽക്കലായി ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം. ഏതുപോലെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്നത് ഓതുന്നത് പോലെ, അല്ലാതെ പിന്നെ അതിന് ഹർക്കത്ത് കൊടുക്കാൻ പാടില്ല. അതാണ് അതിൽ വലിയൊരു ഖിലാഫ് കാണാം ഈ ഖുറായികൾക്കിടയിൽ, ഖുർആൻ പാരായണ പണ്ഡിതന്മാർക്കിടയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ചിലർ ഇതിനെ സ്വാദ എന്ന് ഓതി, ചിലർ സ്വാദി എന്ന് ഓതി, ചിലർ സ്വാദു എന്ന് ഓതി, ചിലർ സ്വാദീൻ എന്ന് ഓതി. പക്ഷേ അതൊക്കെ പിന്നെ ദുർബലമായ പാരായണ ശൈലിയാണ്. സ്വാദ് എന്നതാണ് അതിൻ്റെ കാരണം. സ്വാദ് എന്ന അക്ഷരം വേറെയും തുടക്കത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അലിഫ് ലാം മീം സ്വാദ് സൂറത്ത് അറാഫിൻ്റെ തുടക്കം. അതേപോലെ തന്നെ കാഫ് ഹാ യാ ഐൻ സ്വാദ്, അവിടെയൊക്കെ സ്വാദാണ്. അപ്പോൾ അതേപോലെയാണ് ഇവിടെ സ്വാദ്. വൽ ഖുർആനി ദിക്ർ, വൽ ഖുർആൻ, ഖുർആനാണ് സത്യം. സ്വാദ് വൽ ഖുർആൻ ദിക്ർ. ഈ സൂറത്തിൻ്റെ ആ പറയപ്പെട്ട അവതരണ പശ്ചാത്തലം അത് ഓർത്തിരിക്കണം. അപ്പോഴാണ് ഈ ആയത്തുകൾ മനസ്സിലാക്കാനൊക്കെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. വൽ ഖുർആൻ, ഖുർആനാണ് സത്യം, ഖുർആനാണ് സത്യം. ഖുർആൻ എന്ന് പറഞ്ഞാൽ മഖ്റൂ, പാരായണം ചെയ്യപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ. സുമഫൂലമാനിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നർത്ഥം. അതാണല്ലോ വിശുദ്ധ ഖുർആൻ. വൽ ഖുർആനി ദിക്ർ, ദിക്ർ എന്താ ദിക്ർ എന്ന് പറഞ്ഞാൽ? അത് ദിക്ർ എന്ന് പറയും തദ്കീറിന്. തദ്കീർ എന്താ? ഉത്ബോധനം. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തദ്കീർ ഉത്ബോധനാണ്. ദിക്ർ എന്ന് പറയും ഷറഫിന്, ഷറഫ്. അതേപോലെ ദിക്ർ എന്ന് പറയും ബയാൻ, വിവരണത്തിന്. ഈ അർത്ഥങ്ങളൊക്കെ ദിക്റിനുള്ളത് കാരണത്താൽ ഇതിൻ്റെ വിശദീകരണത്തിൽ അങ്ങനെ പറഞ്ഞു. വൽ ഖുർആൻ, ഖുർആനാണ് സത്യം. വാവുൽ ഖസം, സത്യം ചെയ്യാണെന്നുള്ള അറിയിക്കാൻ. ദിക്ർ,
ദിക്ർ ഉള്ള എന്ന് പറഞ്ഞാൽ ഉത്ബോധനമുള്ള ഖുർആനാണ് സത്യം. ഷറഫ് പദവിയുള്ള സ്ഥാനമുടയതായ ഖുർആനാണ് സത്യം. അല്ലെങ്കിൽ ബയാൻ വിവരണമുള്ളതായ ഖുർആനാണ് സത്യം. വിശുദ്ധ ഖുർആൻ ഷറഫുള്ളതാണ് അല്ലേ? ഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക്ക് നമ്മൾ പറഞ്ഞില്ലേ, സൂറത്ത് ഇതിനു മുമ്പ് നമുക്കൊരു സൂറത്തിൽ വന്നില്ലേ, ഇന്നഹു ലദിക്റുൻ ലക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് വലിഖൗമിക്, നിങ്ങൾക്കും നിങ്ങളുടെ ഖൗമിനും ഇത് ഷറഫാണ് എന്ന് പറയാണ് വിശുദ്ധ ഖുർആൻ. അറബി ഭാഷയിൽ, സ്ഫുടമായ അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ ലോകത്ത് പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം, പഠിക്കുന്ന കാലത്തോളം അറബികൾ പറയപ്പെടും, ആ അറബികളുടെ ഭാഷ പറയപ്പെടും അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്നഹു ലദിക്റുൻ ലക എന്ന് പറഞ്ഞിടത്തുനിന്നാണ് നിങ്ങൾക്കിതെന്താണ് ഷറഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉത്ബോധനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഷറഫ് എന്നുള്ള അർത്ഥം വന്ന് ദിക്റിന് അത് പറയും. അതേപോലെ ബയാൻ എന്നർത്ഥം പറയും. ഈ രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിലാണ്, ഉത്ബോധനത്തിൻ്റെ വിവരണമാണ്. വിശുദ്ധ ഖുർആൻ ദിക്റാണ്, ഉത്ബോധനമുടയ ഖുർആനാണ്, സ്ഥാനമാനങ്ങൾ ഉടയ ഖുർആനാണ്. ഉത്ബോധനമുടയ എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ഖുർആനിൽ എന്താ ഉള്ളത്? വിശുദ്ധ ഖുർആനിൽ ഉത്ബോധനങ്ങളാണ്, ഉണർത്തലുകളാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ എന്താണ്, ബഹുദൈവ വിശ്വാസികളുടെ മക്ക ഫതഹിനോടനുബന്ധിച്ചാണ് അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് കുറേ ചാൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുമ്പോഴാണ് ഹിദായത്ത്. ഏതായാലും അദ്ദേഹം പറയാണ്, ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് തോണ്ടിയ ടൈം ഉണ്ടായിട്ടുണ്ട്. അത് ബദർ യുദ്ധത്തിൽ അയാൾ യുദ്ധബന്ധിയായിട്ട് പിടിക്കപ്പെട്ടപ്പോഴാണ്. എന്താ വിഷയം? ബദർ യുദ്ധത്തിന് പോകുന്ന തലേനാൾ ഇദ്ദേഹം ഭാര്യ ഉമ്മുൽ ഫضൽ ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട് മക്കയിൽ. അവർ മക്കയിലാണ്, ഹിജ്റ പോകാൻ പറ്റിയിട്ടില്ല. ഇവരെന്ത് ചെയ്യാണ്, അബ്ബാസ് എന്ത് ചെയ്യാണ്, കുറേ സ്വർണം എന്ത് ചെയ്യാണ് കാണിച്ചിട്ട് ഭാര്യനോട് പറയുന്നത്, ഞാൻ നാളെ പോവാണ്, എൻ്റെ ഈ യാത്ര ഞാൻ പോവാണ്, യുദ്ധത്തിന് പോവാണ്. അപ്പോൾ ഈ യാത്രയിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല. അബ്ബാസിനാണെങ്കിൽ മക്കളുമുണ്ട്. അപ്പോൾ ഉമ്മുൽ ഫضലിന് എന്ത് ചെയ്യാണ്, കുറേ സ്വർണം കാണിച്ചിട്ട് അത് ഉമ്മുൽ ഫضലും അബ്ബാസും കൊണ്ടുപോയിട്ട് ഒരിടത്ത് കുഴിച്ചിട്ടാണ്. എന്തിന്? എന്നിട്ട് അബ്ബാസ് പറയുന്നുണ്ട്, ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെ, കൊല്ലപ്പെടുകയാണെങ്കിൽ തന്നെ എൻ്റെ കാലശേഷം ഒരിക്കലും നിങ്ങൾക്കൊരു ദാരിദ്ര്യം ഭയക്കേണ്ടതുണ്ടാവില്ല, അത്രമേൽ വേറൊരാളോട് ചോദിക്കേണ്ടതിൽ അത്രമേൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് കൊണ്ടുപോയിട്ട് കുഴിച്ചിരുന്നത്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അബ്ബാസ് ബദർ യുദ്ധത്തിനുമാണ്. യുദ്ധത്തിൽ അയാൾ ബന്ദിയായി പിടിക്കപ്പെട്ടു. അബ്ബാസ് കൊല്ലപ്പെട്ടില്ല, അബ്ബാസ് ബന്ദിയായി പിടിക്കപ്പെട്ടു. അങ്ങനെ ബന്ദിയായി പിടിക്കപ്പെട്ട് പിന്നെ എവിടെ കൊണ്ടുപോണ്, ബദറിൽ നിന്ന് മദീനയിലേക്കാണ്. മദീനയിലേക്ക് കൊണ്ടുപോയി ബന്ധനത്തിലാണ്. അപ്പോൾ മോചനദ്രവ്യം സ്വീകരിച്ച് വിടാം എന്നുള്ള വിഷയം വന്നപ്പോൾ ഓരോരുത്തരോടും എന്ത് ചെയ്യുന്നുണ്ട്, മോചനദ്രവ്യം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതൃവ്യൻ അബ്ബാസിൻ്റെ വിഷയത്തിൽ പറയുന്നുണ്ട്, അബ്ബാസിൻ്റേത് ഒരിക്കലും ലഘൂകരിക്കാൻ പാടില്ല, പൂർണ്ണ അളവിൽ വാങ്ങണം. മോചനദ്രവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് കുറച്ച് വാങ്ങിയിട്ട് വിടുകയാണ്. അപ്പോൾ അബ്ബാസിൻ്റേത് പൂർണ്ണ അളവിൽ വാങ്ങണം. മാത്രമല്ല അബ്ബാസിൻ്റെ പിതൃവ്യൻ്റെ മക്കൾ 2 പേര് ബന്ദികളുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടി സഹോദരങ്ങളാണ്, അഖീലും നൗഫലും ഉണ്ട്. അപ്പോൾ അബ്ബാസിനോട് അബ്ബാസിൻ്റെ തുകയും വാങ്ങണം, അഖീലിൻ്റെയും നൗഫലിൻ്റെയും തുകയും വാങ്ങണം, എന്നിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ബാസ് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മുഹമ്മദ് നിങ്ങളെങ്ങനെയാണ് അത് പറയുക, എൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അബ്ബാസ് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ നിങ്ങൾ ഉമ്മുൽ ഫضലും കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ട സ്വർണം അതെത്രയാണ്, അതിൻ്റെ അളവ് എത്രയാണ്, എന്താണ് നിങ്ങൾ ഉമ്മുൽ ഫضലിനോട് പറഞ്ഞ് ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിക്ക് അത് വഹയിലൂടെ വിവരം കിട്ടി, അത് ഉണർത്തുകയാണ്. അതോടുകൂടി അബ്ബാസ് എന്ത് ചെയ്തു, അബ്ബാസ് അവിടെ ഇത് ചെയ്യാണ്, വീട് പോവുകയാണ്.
എന്നിട്ട് എന്ത് ചെയ്യണം, അബ്ബാസ് പിന്നെ അതിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇതിന് മോചനദ്രവ്യം കൊടുത്തിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കണം. എനിക്ക് കൊണ്ടത് നൗഫലിനെയും അഖീലിനെയും കൂടി അദ്ദേഹം മോചിപ്പിച്ചു എന്നാണ്. ഏതായാലും ആ വിഷയത്തിലാണ് ആയത്തിറങ്ങുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസിനെ ഓതി കൊടുക്കണം. അബ്ബാസ് മുശ്രിക്കാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിമൻ ഫീ ഐദീകും മിനൽ അസ്റ ഇൻ യഅലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ യുഅ്തികും ഖൈറൻ മിൻഹാ വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. എന്താ ആയത്തിൽ പറഞ്ഞത്? യാ അയ്യുഹൻ നബി, നബിയെ, ഖുൽ ലിമൻ ഫീ ഐദീകും മിനൽ അസ്റ, നിങ്ങളുടെ കൈകളിലുള്ള ബന്ദികളോട് പറയുക. അബ്ബാസിനോട് പറയുക, ബന്ദികളോട് പറയുക എന്ത്? ഈ ആലമില്ലാഹു ഫീ ഖുലൂബിക്കും ഖൈറൻ, നിങ്ങളുടെ കൽബുകളിൽ അള്ളാഹു വല്ല ഖൈറും അറിയുന്നുവെങ്കിൽ യുഅ്തികും ഖൈറൻ മിൻഹ, അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നിങ്ങൾക്ക് നൽകും. വയഗ്ഫിർ ലഹു, അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കുകയും ചെയ്യും. അള്ളാഹു ഗഫൂറുർ റഹീം. ഇത് അബ്ബാസ് കേട്ടപ്പോൾ അബ്ബാസ് സത്യസന്ധനാകാണ്. അദ്ദേഹം കുഴിച്ചിട്ടതും സ്വർണ്ണം എത്ര ഉണ്ടെന്നുള്ളതും സമ്മതിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അത് കൊണ്ടുവന്നിട്ടാണ് തൻ്റെ മോചനം വാങ്ങുന്നത്. അബ്ബാസ് പറയാണ്, ഈ ഒരു ആയത്തിൽ ഞാൻ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് 6 വർഷത്തോളം അദ്ദേഹം സമയമെടുത്തു എന്നുള്ളതാണ് ഇസ്ലാം പ്രഖ്യാപിക്കാൻ. പക്ഷേ അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ വചനത്തിലൂടെ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ സത്യസന്ധത പുലർത്തിയതിനാൽ എന്നാ കുഴിച്ചിട്ടുണ്ട്, സ്വർണ്ണമുണ്ട്, എന്നിട്ട് ഞാൻ കൊടുത്തിട്ടാണ് എൻ്റെ മോചനം മോചനമായി. റസൂലുള്ളാഹിൻ്റെ പിതൃവ്യനാണ് അബ്ബാസ് റസൂലുള്ളാഹിനോട് ഏറ്റവും അടുത്ത് വർത്തിച്ചിരുന്നൊരു വ്യക്തി കൂടിയാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനെ മദീനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഖബയിൽ ഉടമ്പടി നടത്തിയപ്പോൾ കൂടെ വന്നത്. എന്നിട്ട് അബ്ബാസ് പറയുന്നുണ്ട്, ദീന് പ്രചരിപ്പിക്കാനാണ്, സംരക്ഷണം കൊടുക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയാൽ മതി, അതല്ല മുഹമ്മദിൻ്റെ സംരക്ഷണത്തിനാണ് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമല്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അബ്ബാസ് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ബാസ് വളരെ അധികം സഹായിച്ചിരുന്നു മക്കയിൽ. അതുകൊണ്ടാണ് ബദറിൽ കൊല്ലരുതെന്ന് പറഞ്ഞത്. അബ്ബാസിനെ കണ്ടാൽ നിങ്ങൾ കൊല്ലരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതായാലും അദ്ദേഹം പൂർണ്ണ അളവിൽ തൻ്റെ മോചനദ്രവ്യം നൽകിയിട്ടാണ് ഇതിന് തന്നെ വാങ്ങുന്നത്. ഈ ആയത്ത് അദ്ദേഹം കേട്ടത് പ്രകാരം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു പറഞ്ഞ യുഅ്തികും ഖൈറൻ മിൻഹ എന്നാണ്. മനസ്സിന് നന്മയുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ അള്ളാഹു കൂടുതൽ തരും, ഉത്തമമായത് തരുന്നല്ലേ. ഞാൻ അന്ന് അങ്ങനെ ചെയ്ത കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഉത്തമമായത് നൽകി. അദ്ദേഹത്തിന് കുറേ ജോലിക്കാരുണ്ടായിരുന്നു. ഓരോ ജോലിക്കാരും വലിയ സമ്പത്തായിരുന്നു ദിനം പ്രതി അദ്ദേഹത്തിന് കൊണ്ടുവരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സമ്പത്തിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹു എനിക്ക് സിഖായത്ത് നൽകി എന്നുള്ളതാണ്. എന്താ സിഖായത്ത്? ഹാജിമാർക്ക് സംസം നൽകാനുള്ള, അല്ലെങ്കിൽ ഹാജിമാരുടെ സേവനം, അത് അള്ളാഹു എനിക്ക് തന്നു എന്നുള്ളതാണ്. അത് അബ്ദുൽ മുത്തലിബിനായിരുന്നു പണ്ട്. അബ്ദുൽ മുത്തലിബിന് ശേഷം അത് വന്നത് അബൂ താലിബിനാണ്. അബൂ താലിബും അബ്ബാസും തമ്മിലൊരു സാമ്പത്തിക ഇടപാടിൽ ഏർപ്പെട്ടപ്പോൾ അബൂ താലിബിന് സ്വത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അബ്ബാസിന് കൊടുക്കാൻ പറ്റിയില്ല. അതിൽ കാലതാമസം വന്നു. അപ്പോൾ അബൂ താലിബിനാണ് ഈ സിഖായത്ത്. അബൂ താലിബ് പറഞ്ഞ്, നിങ്ങൾ എനിക്ക് കാശ് വിട്ടു തരികയാണെങ്കിൽ ഞാൻ സിഖായത്ത് നിങ്ങളെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. കടം വിട്ടു തരികയാണെങ്കിൽ സിഖായത്ത് ഏൽപ്പിക്കാമെന്നാണ്. അബ്ബാസിന് അതായിരുന്നു ഏറ്റവും വലിയ ഇഷ്ടം. അദ്ദേഹം ചെയ്തു, കടം മുഴുവൻ ഒഴിവാക്കിയിട്ട് അബൂ താലിബിൽ നിന്ന് സിഖായത്ത് വാങ്ങി. സിഖായത്ത് എന്ന് പറഞ്ഞാൽ മക്കയിൽ വലിയൊരു പദവിയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹജ്ജിന് വരുന്ന ഹാജിമാരുടെ ജലസേചനം, അവർക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വലിയ ഉത്തരവാദിത്തം. അദ്ദേഹം പറയാണ്, സമ്പത്തിൻ്റെ മുമ്പിൽ കുമിഞ്ഞുകൂടി, പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് സിഖായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളതാണ്. അള്ളാഹു ഏറ്റവും ഉത്തമമായി തരുന്നുള്ള അത് നൽകി എന്നുള്ളതാണ്. എന്നിട്ട് അബ്ബാസ് പറയാണ്, അള്ളാഹു വാഗ്ദാനം ചെയ്ത യുഅ്തികും ഖൈറൻ മിൻഹ എനിക്ക് കിട്ടി, അതെൻ്റെ നല്ലൊരളവിൽ എനിക്ക് കിട്ടി. ഇനി അള്ളാഹു വാഗ്ദാനം ചെയ്ത മറ്റൊന്നുണ്ട്. അതെന്താ? അതല്ല, അത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഔട്ടാക്കണം ഈ വിഷയങ്ങൾ. അത് എന്താ? യുഅ്തികും ഖൈറൻ മിൻഹ വയഗ്ഫിർ ലക്കും, അതാണ് വയഗ്ഫിർ ലക്കും, അള്ളാഹു പുറത്തു തരും നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടിയാണ് ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്ന് അബ്ബാസ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആൻ എന്താണ്? വൽ ഖുർആൻ ദിക്ർ, ഉത്ബോധനമുള്ള കിതാബാണ്. ആളുകൾക്ക് ഉണർത്തലുകൾ, ഉത്ബോധനങ്ങൾ ഏറെയുള്ള കിതാബാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം അത് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ സ്വാദ് വൽ ഖുർആനി ദിക്ർ എന്ന് പറഞ്ഞില്ലേ? ദിക്ർ ഉടയ
ഖുർആനാണ് സത്യം എന്നാണ്. ദിക്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് ബലില്ലദീന കഫറു ഫീ ഇസ്സത്തിൻ വശിഖാഖ്. ഇവിടെ വൽ ഖുർആൻ ദിക്ർ എന്നുള്ളത് സത്യമാണ്. വൽ ഖുർആൻ, ഖുർആനാണ് സത്യം എന്നാണ്. ദിക്ർ ഉടയതായ ഖുർആനാണ് സത്യം. ഈ സത്യം ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് തീർപ്പാക്കുന്നത്, എന്തിനാണ് ആണയിടുന്നത്, അതിവിടെ പരാമൃഷ്ടമാണോ അല്ലേ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുമ്പോൾ എന്തിനാ സത്യം ചെയ്യുന്നത്? സത്യം ചെയ്തൊരു കാര്യം തീർപ്പാക്കി പറയാനാണ് അല്ലേ. ഇപ്പോൾ വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സത്യം ചെയ്ത് പറഞ്ഞത്? വനഫ്സിൻ വമാ സവ്വാഹ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്നാണ്. അത് പറയാനാണ് അള്ളാഹു സത്യങ്ങളെ കൊണ്ടുവന്നത്. വൽ അസ്ർ, അസ്ർ കൊണ്ട് സത്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞാൽ എന്താ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അതേപോലെ ഓരോ സത്യങ്ങളും അങ്ങനെയാണ്. അള്ളാഹു തീർപ്പാക്കിയൊരു കാര്യം പറയാനാണ്, ആണയിട്ടൊരു കാര്യം പറയാനാണ്. ഇവിടെ എന്താണ് ആണയിട്ട് പറഞ്ഞത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം. പിന്നെ അതിവിടെ വ്യക്തമാണോ അതല്ല വ്യംഗ്യമാണോ, ഇവിടെ പിന്നെ ഉണർത്തപ്പെട്ടിട്ടുണ്ടോ അതല്ല ഇവിടെ ഉണർത്തപ്പെട്ടിട്ടില്ല, അത് മനസ്സിലാക്കപ്പെടേണ്ടതാണോ, അത് തഫ്സീറുകളിൽ അതിൽ സംസാരം കാണാം. ചിലർ പറഞ്ഞ് പിന്നെ സത്യം ചെയ്ത് പറഞ്ഞത് കമാഹലക്കന മിൻ ഖബ്ലിഹിം മിൻ ഖർനീൻ എന്നുള്ളതാണ്. ചിലർ പറഞ്ഞില്ല, ഇവിടെ ഇനി ചില ആയത്തുകൾ വരാനുണ്ട് നമുക്ക്, അതൊക്കെയാണ് ഈ സത്യം ചെയ്തത് കൊണ്ടുള്ള ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് പല തഫ്സീറുകൾ കാണാൻ സാധിക്കും. പല പ്രാമാണികരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സത്യം ചെയ്തിട്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് ഈ തുടർ വചനം അറിയിക്കുന്നുണ്ട്. പക്ഷേ അതെന്തല്ല അവിടെ നേരിട്ട് വ്യക്തമായിട്ട് ഉണർത്തിയിട്ടില്ല. പക്ഷേ ഈ ബലില്ലദീന കഫറു ഫീ ഇസ്സത്തിൻ വശിഖാഖ് എന്താ അതിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉദ്ദേശം പറയാം. ബൽ എന്ന് പറഞ്ഞാൽ ഇദ്റാബിൻ്റെ ബൽ എന്ന് പറയും. അതിന് പറയും അല്ലദീന കഫറു അവിശ്വസിച്ചവർ ഫി ഇസ്സത്തിൻ. ഇസ്സത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫി ഹമീയത്തിൻ എന്നർത്ഥം. ഹമീയത്ത് പിന്നെന്താണ്, പിന്നെ അല്ലെങ്കിൽ കിബിർ അഹങ്കാരം, ആവേശം. ഷിഖാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിന്നത, വിയോജിപ്പ്. ബലില്ലദീന കഫറു എന്നാൽ അവിശ്വസിച്ചവർ ഫി ഇസ്സത്തിൻ, അവർ ഇസ്സത്തിലാണ്. ഇസ്സത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശം പിന്നെ ജാഹിലിയത്തിൽ അവർക്കുണ്ടായിരുന്നതായ ഈ ദുരഭിമാനം. അതേപോലെ ഷിഖാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിയോജിപ്പ്. ഈ ഇസ്സത്ത് അറബികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, അവർക്ക് അതൊരു ദുരഭിമാനത്തിൻ്റെ ഇസ്സത്തായിരുന്നു. പിന്നെ ഗോത്രങ്ങൾ, ഒരു ഗോത്രക്കാരൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഗോത്രക്കാരൻ അത് കൂട്ടാക്കുക എന്നുള്ള വലിയ പ്രയാസമായിരുന്നു. ഒരു ഗോത്രക്കാരൻ്റെ വല്ല നന്മയും മറ്റൊരു ഗോത്രക്കാരൻ കൂട്ടാക്കുക എന്നുള്ളത് അവർക്ക് അസഹ്യമായിരുന്നു. അവരുടെ ദുരഭിമാനം സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മത്സരത്തിലായിരുന്നു. ആ മത്സരം മൂത്ത് അവസാനം കബറിടങ്ങളിൽ പോയിട്ട് ഖബറുകൾ വരെ എണ്ണും. ഞങ്ങളുടെ പിന്നെ ഇന്ന പ്രൗഢിയുള്ള പിതാക്കന്മാർ ഇത്ര കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് ഖബറുകൾ എണ്ണും, മറ്റോലും അപ്പുറത്ത് ഖബറുകൾ എണ്ണും. ഇങ്ങനെ വരെ അവർക്ക് ദുരഭിമാനമായിരുന്നു. ആ ദുരഭിമാനം ഇവിടെ വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ അവർക്കുണ്ട്, വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് വാജിബു അൻജാഅഹും മുൻദിറും മിൻഹും വഖൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ആ ഉൻസില അലൈഹി ദിക്റു മിൻ ബൈനിന, ആ ഉൻസില അലൈഹി ദിക്ർ, മുഹമ്മദിനാണോ ഈ ഖുർആൻ ഇറങ്ങിയത്? മിൻ ബൈനിന, ഞങ്ങൾക്കിടയിൽ, ഞങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾക്കിടയിൽ മുഹമ്മദിനാണ് ഇപ്പോൾ ഇത് ഇറക്കിയത്. ഇതൊക്കെ എന്താണ്? അവരുടെ ദുരഭിമാനമാണ്. അതാണ് ഇവിടെ ഇസ്സത്ത് കൊണ്ട് ഉദ്ദേശം. അല്ലാതെ വലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ എന്നുള്ളിടത്തുള്ള ഇസ്സത്തല്ല, അവരുടെ ആ ദുരഭിമാനം. അപ്പോൾ ഇവിടെ നോക്കി, ബലില്ലദീന കഫറു എന്നാൽ അവിശ്വസിച്ചവർ ഫി ഇസ്സത്തിൻ ദുരഭിമാനത്തിലും വശിഖാഖ് വിയോജിപ്പിലാണ്. ഈ പ്രയോഗത്തിൽ നിന്ന് കിട്ടും ഇതിൻ്റെ ജവാബ്. ഈ വൽ ഖുർആനി ദിക്ർ എന്നതുകൊണ്ട് അള്ളാഹു തീർപ്പാക്കിയ സംഗതി എന്ത് അല്ലേ? വിശുദ്ധ ഖുർആൻ അത് ദിക്ർ, ഉത്ബോധനമുള്ള ഗ്രന്ഥമാണ്. ലൈസ കമാ യഖൂലുൽ കുഫാർ, അവിശ്വാസികൾ പറയുന്നത് പോലുള്ള കിതാബല്ല എന്നുള്ളതാണ്. അവിശ്വാസികൾ എന്താ പറയുന്നത്? അവിശ്വാസികൾ ഇതിനെക്കുറിച്ച് ഇതൊക്കെ അസാത്തീറുൽ അവ്വലീൻ എന്നാണ്, പൂർവികരുടെ കെട്ടുകഥകൾ എന്നാണ്. മനസ്സിലായി? ഇത് പിന്നെ കവിയുടെ കവിതയാണ്, അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ മന്ത്രങ്ങളാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. യുഅല്ലിമുഹു ബഷർ, മുഹമ്മദിന് ആരോ വന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ് പറയണത്.
അതേപോലെ തന്നെ ഇത് ഇഖ്തിലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാജമായി കെട്ടിയുണ്ടാക്കിയതാണ്, ഇത് അള്ളാഹുവിൽ നിന്നല്ല, ദിവ്യമല്ല, ഇത് ഇഖ്തിലാഖ്, ഇത് കെട്ടിയുണ്ടാക്കിയതാണ്, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വൽ ഖുർആനി ദിക്ർ, ഉത്ബോധനമുള്ള ഖുർആനാണ് സത്യം, ഇത് അവിശ്വാസികൾ പറയുന്നത് പോലെയല്ല എന്ന് അള്ളാഹു ഇവിടെ തീർപ്പാക്കണം. അത് പിന്നെന്ത് ചെയ്യും, ഈ ശൈലിയിൽ നിന്നും അതേപോലെ ദിക്ർ എന്നുള്ള ഈ പരാമർശത്തിൽ നിന്നും കിട്ടും. വിശുദ്ധ ഖുർആൻ ഉത്ബോധനമുടയതായ ഒരു കിതാബാണ്, ഇത് പൂർവികരുടെ കെട്ടുകഥയല്ല, ഇത് മുഹമ്മദ് വ്യാജമായി കെട്ടിയുണ്ടാക്കിയതൊന്നുമല്ല എന്നുള്ളത് അള്ളാഹു അവിശ്വാസികൾ പറയുന്നത് പോലെയല്ല കാര്യം എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ തീർപ്പാക്കുന്നത് എന്നാണ് പ്രാമാണികരായ പല മുഫസ്സിരീങ്ങളും പറഞ്ഞത്. ബലില്ലദീന കഫറു, എന്നാൽ അവിശ്വസിച്ചവർ ഫി ഇസ്സത്തിൻ വശിഖാഖ്, അവർ ദുരഭിമാനത്തിലാണ്, അവർ വിയോജിപ്പിലാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് പറയും, ഇത് കെട്ടുകഥയാണ്, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ്, ഇത് പൂർവികരുടെ ഇതിഹാസങ്ങളാണ് എന്നൊക്കെ പറയും. അതാണ് അവർ ഇവിടെ ഉള്ളത്. അതവരുടെ ഇസ്സത്തിൻ്റെ ദുരഭിമാനത്തിൻ്റെ, അതേപോലെ വശിഖാഖ് വിയോജിപ്പിൻ്റെ വകുപ്പിൽ അവർ പറഞ്ഞിടുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ ഫനാദു വലാ തഹീന മനാസ്. എന്താ വക്കം അഹ്ലക്ന, അള്ളാഹു പറയാണ് എത്ര അഹ്ലക്ന നാം നശിപ്പിച്ചു. കം അൽ ഖബരിയ എന്ന് പറയും, അഹ്ലക്ന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ്, കം അഹ്ലക്ന നാം എത്ര നശിപ്പിച്ചു. അത് ചോദ്യം ഉന്നയിക്കാനല്ല ഈ കം എന്നുള്ളത്. പിന്നെയോ കുറേ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതിൻ്റെ ഒരു വിഷയം ഉണർത്തുകയാണ്. കം അഹ്ലക്ന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് എത്ര നാം നശിപ്പിച്ചു. മിൻ ഖർനിൻ, ഖർനിൻ എന്നാണ് കർണ തലമുറ, ജീൽ, കർണ എന്നാണ് തലമുറ. മിൻ ഖർനിൻ തലമുറകളിൽ നിന്ന് അവർക്ക് മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചു. ഫനാദൗ വലാ തഹീന മനാസ്, ഈ ഫസീഹത്തിൻ്റെ അങ്ങനെ നാം ആ തലമുറകളിൽ പലതിനെയും നശിപ്പിച്ചപ്പോൾ, ആ നശിപ്പിച്ച വേളയിൽ ശിക്ഷ കാണുമ്പോൾ ഇതാണ് നാദൗ എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസൗ, അവർ രക്ഷാത്തേട്ടം നടത്തി. നാദൗ അവർ വിളിച്ചു കേണു. ഫനാദൗ, ഫ വേറെ നാദൗ വേറെ. ഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിപ്പിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. ആ നശിപ്പിച്ച ശിക്ഷ അവർക്ക് വന്നപ്പോൾ, ശിക്ഷയെ അവർ കണ്ടപ്പോൾ, നാദൗ അവർ വിളിച്ചു കേണു എന്ന് പറഞ്ഞാൽ അവർ രക്ഷാത്തേട്ടം നടത്തി. ഇസ്തിഗാസൗ അവർ രക്ഷാത്തേട്ടം നടത്തി. വലാ തഹീന മനാസ്, ലാത്ത എന്ന് പറഞ്ഞാൽ ലൈസ എന്ന അർത്ഥത്തിൽ, വലൈക്കും സലാം, വാവുൽ ഹാൽ എന്ന് പറയും. ലാത്ത, ഇത് ലാത്ത ഉസ്സ എന്നുള്ള ലാത്ത അല്ല കേട്ടോ, ഇത് ലാത്ത എന്ന് പറയും. ഇത് മാ നാഫിയ, ഇൻ അന്നാഫിയ, ലൈസ, അതിൻ്റെയൊക്കെ വർഗത്തിൽപ്പെട്ടതാണ് ഈ ലാത്ത. ഈ താ ഇല്ലെങ്കിൽ ലാ എന്താ അർത്ഥാക്കുന്നത്? ലാ ഹീന മനാസ് എന്നാണ്. ഹീൻ എന്ന് പറഞ്ഞാൽ സമയം എന്നർത്ഥം, വഖ്ത്. മനാസ് എന്ന് പറഞ്ഞാൽ രക്ഷ, മനാസ് രക്ഷ, വിജയം എന്നൊക്കെയാണ് അർത്ഥം. നാസ എന്ന ക്രിയയിൽ നിന്ന് മനാസ് എന്ന് പറഞ്ഞാൽ രക്ഷ, വിജയം. ഹീന മനാസ് എന്ന് പറഞ്ഞാൽ രക്ഷയുടെ സമയം. ലാത്ത ഹീന മനാസ് എന്ന് പറഞ്ഞാൽ രക്ഷയുടെ സമയമല്ല, വിജയത്തിൻ്റെ സമയം അല്ല. വാവുൽ ഹാൽ. അപ്പം രക്ഷപ്പെടാനും വിജയം വരിക്കാനുമുള്ള സമയമല്ല ആ സമയം എന്നിരിക്കെ നാദോ അവർ എന്ത് ചെയ്തു, രക്ഷാത്തേട്ടം നടത്തി എന്നാണ് പറയുന്നത്. ലാത്ത എന്നുള്ളത് നമ്മൾ ലൈസ എന്ന് പറയില്ലേ, ഇല്ല എന്ന അർത്ഥത്തിൽ. അതേപോലെ ലാ എന്ന് പറയില്ലേ നഫീൻ്റെ, അതേ അർത്ഥം തരുന്ന മറ്റൊരു പ്രയോഗമാണ് ലാത്ത. അത് ലാ മാത്രമാണോ, താ അതിൽ വന്നു ചേർന്നതാണോ, പിന്നെ അങ്ങനെയൊക്കെ പല ചർച്ചകൾ കാണാൻ സാധിക്കും വ്യാകരണത്തിൽ. അപ്പോൾ നമ്മുടെ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ, തലമുറകളിൽ നിന്ന് അവർക്ക് മുമ്പ് നാം എത്ര ആളുകളെ നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ച സമയം അവർക്ക് ശിക്ഷ വന്നപ്പോൾ നാദൗ അവർ വിളിച്ചു കേണു, രക്ഷാത്തേട്ടം നടത്തി. വലാ തഹീന മനാസിൻ, രക്ഷയുടെ സമയം ആയിരുന്നില്ല ആ സമയം എന്നിരിക്കെ. അവർ ശിക്ഷ വരുമ്പോൾ അത് അങ്ങനെ തേടിയിട്ട് കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല
ആ സമയം രക്ഷപ്പെടുത്തൂല, അങ്ങനത്തെ സമയത്താണ് അവർ വിളിച്ചു ചെയ്യണത് എന്ന് പറയണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ അദാബ് വരുന്നതിന് മുമ്പ് മനുഷ്യന്മാരെ നിങ്ങൾ ഈ നിഷേധ പ്രവണത അവസാനിപ്പിച്ചോളിയും എന്നുള്ളതാണ് അള്ളാൻ്റെ ഉത്ബോധനം. വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. വഅജിബു അവർ ആശ്ചര്യം കൂറി. വഅജിബു അജിബു എന്ന് പറഞ്ഞാൽ അജിബ, യഅജബു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. വഅജിബു അവർ അത്ഭുതപ്പെട്ടു. അൻ ജാഅഹും അവർക്ക് വന്നതിനാൽ, മുൻദിറും മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു മുൻദിർ മുന്നറിയിപ്പുകാരൻ, മുൻദിറുൻ മിൻഹും അവരിൽ നിന്നുള്ള ഒരു മുൻദിർ അവർക്ക് വന്നതിനാൽ അവർ ആശ്ചര്യപ്പെട്ടു. വഖാലൽ കാഫിറൂൻ ആ അവിശ്വാസികൾ പറഞ്ഞു, ഹാദാ സാഹിറുൻ കദ്ദാബുൻ, ഹാദാ ഈ ആള് അവരിൽ നിന്ന് വന്ന മുന്നറിയിപ്പുകാരൻ ആരാണത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാദാ സാഹിറുൻ മാരണക്കാരനാണ്, കദ്ദാബുൻ എന്താ കദ്ദാബ്? പിന്നെ വ്യാജവാദിയാണ്, വ്യാജനാണ്, പെരും വ്യാജനാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. തൈ അവരിൽ നിന്നുള്ള മുന്നറിയിപ്പുകാരൻ വന്നപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു എന്നാണ്. ശരിക്കും അവരിൽ നിന്ന് വരുന്നൊരു മുന്നറിയിപ്പ് വരുമ്പോൾ അവർ ആശ്ചര്യപ്പെടേണ്ട കാര്യമല്ല. കാരണം അവർക്ക് അറിയാത്ത ഒരാളല്ല, അവർക്ക് സമ്മതമില്ലാത്ത ഒരാളുമല്ല. പിന്നെയോ അവർക്ക് സമ്മതമുള്ള യോഗ്യനായ, അവർ തന്നെ യോഗ്യനെന്ന് സമ്മതിക്കുന്ന ഒരാളാണ് വന്നത്. അപ്പോൾ അവർ ആശ്ചര്യം കൂറേണ്ട കാര്യമല്ല. ഒരു മലക്ക് വന്നിട്ട് മാന ഇറങ്ങിയിട്ട് പറയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനാണെന്ന് പറഞ്ഞാൽ അവർ ആശ്ചര്യപ്പെടണം. ഒരു വിദേശി വന്നിട്ട് പറയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ അവർ ആശ്ചര്യപ്പെടണം. പക്ഷേ അവരിൽ നിന്ന് അവർക്കിടയിൽ വളർന്ന് അവരുടെ അൽ അമീനായ സത്യസന്ധനായ, അവരുടെ അസാദിഖായ വ്യക്തി വന്നിട്ട് ഞാൻ മുന്നറിയിപ്പുകാരനാണെന്ന് പറയുമ്പോൾ അവർ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. അവരെന്താ വേണ്ടത്? തിരസ്കരിക്കല്ല വേണ്ടത്, അവർ പുൽകുകയാണ് വേണ്ടത്, സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത് പിന്നെ ഇതെന്താണ്, ഇതൊക്കെ അളവുകൾ തെറ്റിപ്പോയി, വേറെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും അവരിൽ നിന്നുള്ളൊരു മുന്നറിയിപ്പുകാരൻ അവർക്ക് വന്നതിനാൽ അവർ ആശ്ചര്യപ്പെട്ടു. വഖാലൽ കാഫിറൂൻ ആ അവിശ്വാസികൾ പറയുകയും ചെയ്തു, ഹാദാ സാഹിറുൻ കദ്ദാബ്. എന്നിട്ട് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അജഅലൽ ആലിഹ ഈ മുന്നറിയിപ്പുകാരൻ, അജഅല അദ്ദേഹം ആക്കി തീർത്തോ, ചോദ്യമാണ്. ജഅല എന്നാണ് ആക്കി തീർത്തു, സയ്യറ എന്നാൽ ചോദ്യമാണ്. അജഅല അദ്ദേഹം അസയ്യറ ആക്കി തീർത്തോ, അൽ ആലിഹത്ത ഇലാഹുകളെ ആരാധ്യന്മാരെ, ഇലാഹൻ വാഹിദൻ ഒരു ഏക ഇലാഹ്, ഒറ്റ ഇലാഹാക്കി തീർത്തോ. ഇന്ന ഹാദ തീർച്ചയായും ഇക്കാര്യം, ഈ കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരൊറ്റ ഇലാഹ് ആക്കി മാറ്റി എന്നത് ലശൈഉൻ ഉജാബ്. എന്താ ഷൈഉൻ ഉജാബ്? ഉജാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഉജാബ് എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം, അജീബ്, ഉജാബ്, കബീർ, കുബാർ, അങ്ങനെ പറയും. അജീബ്, ഉജാബ്, ഉജാബ്, കബീർ, കുബാർ, കുബ്ബാർ ഇങ്ങനെ പ്രയോഗിക്കും. ഉജാബ് എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം. ഇന്ന ഹാദ തീർച്ചയായും ഇത് ലശൈഉൻ ഉജാബ് മഹാത്ഭുതം തന്നെ, മഹാത്ഭുതം തന്നെ. ഈ ലാണ് ആ തന്നെ എന്നുള്ള അർത്ഥം കൊണ്ടുവന്നത്. ഷെയ്ഉൻ എന്ന് പറഞ്ഞാൽ സംഗതി, വസ്തു. ലശൈഉൻ ഉജാബ് എന്ന് പറഞ്ഞാൽ മഹാത്ഭുതമായ കാര്യം തന്നെ എന്ന് അവർ പറഞ്ഞു. ആര്? ഈ ആളുകൾ. അതുകൊണ്ട് അബു താലിബിൻ്റെ പരിസരത്ത് വലീദ് ഇബ്നു മുഗീറിൻ്റെ നേതൃത്വത്തിൽ ഇവർ വന്നല്ലോ. അപ്പോൾ റസൂൽ പറഞ്ഞ ഒരു കലിമത്തുൻ വാഹിദ വന്നതാണ് എനിക്ക്, അപ്പോൾ കലിമത്തുൻ വാഹിദ ആക്കണ്ട, 10 പിടിച്ചോ എന്ന് പറഞ്ഞാൽ അബൂജഹൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കലിമത്തുൻ വാഹിദ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നുള്ളതാണ്. അപ്പോഴാണ് അവർ മനസ്സിലായില്ലേ, സാഹിറുൻ കദ്ദാബ് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് എന്നൊക്കെ പ്രതികരിച്ചത്. നമുക്കിതിൻ്റെ അർത്ഥം വെച്ചാൽ പറയാം.